പഠിപ്പിച്ചിട്ടുണ്ട് എന്നും മറ്റുമൊക്കെ. വെറുതെ ഞാൻ ആ ശുദ്ധ സാത്വികനായ മനുഷ്യനോട് കള്ളം പറയേണ്ടി വന്നതിൽ എനിക്കിപ്പോൾ ശരിക്കും ഖേദം തോന്നുന്നു. അദ്ദേഹത്തെ ഒന്നുകൂടി അടുത്തറിഞ്ഞപ്പോൾ. അത് സാരമില്ല. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഇങ്ങനെ ചിലതൊക്കെ വേണ്ടി വരും. സാരമുണ്ട് കബീർ. ഇവരെ പോലുള്ള ചിലരാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ നെടുന്തൂണുകൾ. നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ ഉരുവിടുന്ന മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കുന്നവർ. മാലിക്കിനെ പോലുള്ള മഹാമേരുക്കളുടെ മുന്നിലെത്തുമ്പോൾ വിനയാന്യതരാവണം നമ്മൾ. ആ വലിയ മനുഷ്യൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നത് ഞാൻ കണ്ടു. താൻ അറിയാത്ത ഒരു രഹസ്യവും എൻ്റെ ജീവിതത്തിലില്ലെന്ന് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു. ഒരു പരിധിവരെ ശരിയാ, ഒരു പരിധിവരെ മാത്രം. വല്ലവരും ഒക്കെ പറഞ്ഞു കേട്ട പൊട്ടും പൊടിയും അല്ലാതെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പരിപൂർണമായിട്ട് ആർക്കും അറിയില്ല. ഞാൻ ആരോടും പറയാറുമില്ല. 1952 ഫെബ്രുവരിയിലാണ് പാപ്പയോടൊപ്പം ഞാൻ കാശ്മീരിലെത്തുന്നത്. 35 വർഷം കുട്ടികളെ പഠിപ്പിക്കലും സാമൂഹ്യ പ്രവർത്തനവും മതതത്വബോധനവും ഒക്കെയായി അവിടെ കഴിച്ചുകൂട്ടി. സന്തോഷകരമായിരുന്നു അവിടുത്തെ ജീവിതം. ഇന്നത്തെ കാശ്മീരല്ലാതെ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണെന്ന് സഞ്ചാരികൾ വാഴ്ത്തിയ പഴയ കാശ്മീർ. 1987 ആവുമ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്ന തീവ്രവാദമൊക്കെ അവിടെ തലവൊക്കി തുടങ്ങുന്നത്. ഒരുപാട് കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ. അത് ചരിത്രം. ഞാൻ പഠിപ്പിച്ചിരുന്ന അതേ സ്കൂളിൽ വേറൊരു മലയാളി കൂടി ഉണ്ടായിരുന്നു അധ്യാപകനായിട്ട്. ബ്രാഹ്മണനായിരുന്നു, ഒരു ബ്രഹ്മദത്തൻ. ബ്രഹ്മദത്തനെ അങ്ങോട്ട് പോരാൻ പ്രേരിപ്പിച്ചതോ 100 വർഷം മുമ്പ് കാശ്മീരിലേക്ക് പോയ താൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു മുൻഗാമിയോടുള്ള ഹൃദയബന്ധം. ബ്രഹ്മദത്തനും ഭാര്യയും ഞങ്ങളുടെ വീടിനടുത്താണ് താമസിച്ചിരുന്നു. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഞങ്ങൾ. ഒരു ദിവസം അദ്ദേഹത്തെ ചില ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. 87 മാർച്ച് 13 മതപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആളായിരുന്നു ബ്രഹ്മദത്തൻ. ആ ദിവസങ്ങളിൽ കാശ്മീരിൽ ഇങ്ങനെ പലരും കൊല ചെയ്യപ്പെട്ടിരുന്നു. അടുത്തത് അയാളുടെ ഭാര്യയായ ആ സാധു യുവതിയുടെ ഊഴമാണെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. കൊല ചെയ്യപ്പെട്ട ഭർത്താവിനെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം പോരാൻ ആദ്യം അവർ വിസമ്മതിച്ചു. പിന്നീട് വല്ല വിധേനയും കയ്യിൽ കിട്ടിയതൊക്കെ പെറുക്കിക്കൂട്ടി തീവ്രവാദികൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒന്ന് ശ്വാസം വിടാൻ പോലും ആകാതെ ഒരു രാത്രി മുഴുവൻ അവരുടെ കണ്ണിൽ പെടാതെ ഞങ്ങൾ ഒളിച്ചിരുന്നു. കഴുകന്മാരെ പോലെ അവർ ഞങ്ങളെ തിരഞ്ഞ് നടക്കുന്നത് ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. വെളിച്ചം വീണപ്പോൾ ആദ്യം കിട്ടിയ ബസ്സിൽ ഞങ്ങൾ കാശ്മീർ വിട്ടു.